എങ്ങനെയാണ് നമ്മുടെ ഈ കൊച്ചു മലയാള നാടിന് ദൈവത്തിന്റെ സ്വന്തം നാട് എന്നുള്ള പേര് ലഭിക്കുകയും ആ പേരിന് ലോകത്താകമാനം സ്വീകാര്യത ലഭിച്ചതും എന്ന് നമ്മൾ ചിന്തിക്കാറുണ്ടോ? ദൈവമെന്ന സങ്കല്പത്തെ പൗരോഹിത്യത്തിന്റെയും അവരുടെ സംരക്ഷകരായ മുതലാളിത്തത്തിന്റെയും കയ്യിൽ നിന്ന് നിരന്തര പോരാട്ടങ്ങൾ കൊണ്ട് അടർത്തി മാറ്റി സാധാരണ ജനങ്ങളുടെ അരികിലേക്ക് എത്തിക്കുകയും അവരുടെ മനസ്സിൽ ഇടം കൊടുക്കുകയും ചെയ്തു. തന്നെയുമല്ല, അങ്ങനെ എത്തപ്പെട്ട ദൈവങ്ങൾക്ക് മലമുകളിലും പാതയോരങ്ങളിലും ജനങ്ങളുടെ മനസ്സിലും സ്വന്തം ഭവനത്തിലും വരെ വാസസ്ഥലമൊരുക്കി. അത്തരമൊരു വാസസ്ഥലങ്ങളിലേക്ക് ജാതിയുടെയോ മതത്തിന്റെയോ വ്യത്യാസമില്ലാതെ, സമ്പത്തിന്റെയോ നിറത്തിന്റെയോ വ്യത്യാസമില്ലാതെ ഏതൊരാൾക്കും നഗ്നപാതനായി നടന്നെടുക്കാനുള്ള പാതയൊരുക്കി. അന്ധവിശ്വാസങ്ങളെയും അനാചാരങ്ങളെയും ആ പാതയിലൂടെ നമ്മൾ ആട്ടിയോടിച്ചു. തന്നെയുമല്ല, ആണ്ടുതോറും ഉത്സവങ്ങളിലും ഉറൂസുകളിലും പള്ളിപ്പെരുന്നാളുകളിലും മനുഷ്യന്റെ മനസ്സിലേറി ഈ ദൈവങ്ങൾക്ക് നാട് കാണാനുള്ള അവസരവും ഒരുക്കി. അത്തരമൊരു ആഘോഷങ്ങളും സംസ്കാരങ്ങളുമാണ് നമ്മുടെ കേരളത്തിൻ്റെത്. ഇത് സ്വദേശികളും വിദേശികളുമായിട്ടുള്ള ആളുകൾ ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ് ഈ മനോഹരമായ ഭൂമിയെ ദൈവത്തിന്റെ സ്വന്തം നാട്